ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെമി കണ്ടക്ടർ ഡയോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെമി കണ്ടക്ടർ ഡയോഡ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിൽ ഫസ്റ്റ് മെയിനായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് എനർജി ബാൻഡ് തിയറി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ചിലപ്പോൾ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പല എക്സാംസിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. നമുക്കറിയാം, നമ്മുടെ സോളിഡ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പല രീതിയിലാണ്. അതായത് അതിൻ്റെ കണ്ടക്ടിവിറ്റി ബേസ്ഡ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് നമുക്ക് സോളിഡ്സിനെ ഡിവൈഡ് ചെയ്യാം അല്ലേ. ഇതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് എനർജി ബാൻഡ് തിയറി കാരണമാണ്, ഈ ഒരു തിയറിയിൽ ഉണ്ടാകുന്ന കുറച്ച് കൺസെപ്റ്റ്സ് കാരണമാണ് നമുക്ക് സോളിഡ്സിൽ ഡിവിഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിക്കുന്നു, വാട്ട് യു വിൽ ലേൺ ടുഡേ. വാട്ട് ഈസ് ആൻ എനർജി ബാൻഡ് ആൻഡ് വൈ ഇറ്റ് മാറ്റേഴ്സ്. എനർജി ബാൻഡ് എന്താണ്, ഈ ഒരു എനർജി ബാൻഡിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഫോർവേഡ് ആൻഡ് ഗ്യാപ്പ് എക്സ്പ്ലെയിൻ. ഈ ഒരു 3 കൺസെപ്റ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ഹൗ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ഡിഫർ. ഈ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഈ 3 ടൈപ്പ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് അതെങ്ങനെ ഡിഫർ ചെയ്യുന്നു വിത്ത് ബാൻഡ് ഡയഗ്രാം. അതായത് ഓരോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയലിനും ഒരു ബാൻഡ് ഡയഗ്രാം ഉണ്ട്. അപ്പോൾ ആ ഒരു ബാൻഡ് ഡയഗ്രത്തിന്റെ ഡിഫറൻസ് കാരണമാണ് സോളിഡ്സിലും ഈ ഒരു ഡിവിഷൻ വരുന്നത്. വൈ സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ ദി മോസ്റ്റ് യൂസ്ഡ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിൽ സിലിക്കണും ജെർമേനിയമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതും എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നത് എന്നുള്ളതും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. വൈ ഡു എനർജി ബാൻഡ്സ് എക്സിസ്റ്റ്. എനർജി ബാൻഡ്സ് എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന മാക്സിമം കാര്യങ്ങൾ നമുക്ക് എക്സാമിന് വരില്ല. ജസ്റ്റ് ആ ഒരു എനർജി ബാൻഡ് എന്താണ് എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഇട്ടിരിക്കുന്നത്. അറ്റോമിക് എനർജി ലെവൽസ്, അതിൻ്റെ ഒരു റീക്യാപ്പ്. അതായത് ഒരു ആറ്റത്തിൽ നമുക്ക് അറിയാം KLM എന്നൊക്കെ പറയുന്ന കുറച്ച് പർട്ടിക്കുലർ ഷെൽസ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ കെമിസ്ട്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പല ടൈപ്പിലുള്ള ഷെൽ ഉള്ളത് കാരണം ഇതിലെ ഇലക്ട്രോൺസ് എല്ലാം പല എനർജി ലെവൽസിലായിരിക്കും അത് നിലനിൽക്കുന്നത്. അതായത് ഇലക്ട്രോൺസ് ഇൻ ആൻ ഐസൊലേറ്റഡ് ആറ്റം എക്സിസ്റ്റ് ഓൺലി ഇൻ ഡിസ്ക്രീറ്റ് എനർജി ലെവൽ. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എനർജി ലെവൽ ആയിരിക്കില്ല ഇലക്ട്രോൺസിന് ഉള്ളത്. പകരം ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആയിട്ടായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈച്ച് ഷെൽ ഹാസ് എ ഫിക്സഡ് എനർജി. ഒരു K എന്ന് പറയുന്ന ഒരു ഷെല്ലിന് ഒരു ഫിക്സഡ് എനർജി ആയിരിക്കും. L എന്ന് പറയുന്ന വേറൊരു ഷെല്ലിന് വേറൊരു എനർജി ലെവൽ ആയിരിക്കും. അത് കാരണം ഇലക്ട്രോൺസ് കനോട്ട് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി ഷെൽസ്. ഇലക്ട്രോൺസിന് ഒരിക്കലും ഈ ഒരു ഷെൽസിന് ഇടയ്ക്കുള്ള എനർജി ലെവൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ when atoms are alone, energy levels are sharp and distinct. ആറ്റംസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഈ എനർജി ലെവൽ എല്ലാം ഒരു പർട്ടിക്കുലർ ഒരു ലെവലിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി ലെവൽസ് എല്ലാം ഷാർപ്പ് ആയിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതായത് രണ്ടും ഒരിക്കലും ഓവർലാപ്പ് ചെയ്യില്ല. എക്സാമ്പിൾ, ഹൈഡ്രജൻ ഹാസ് എനർജി ലെവൽസ് ആയിട്ട് -13.6 ഇലക്ട്രോൺ വോൾട്ട്, -3.4 ഇലക്ട്രോൺ വോൾട്ട്, -1.5 ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെ പല എനർജി ലെവൽസ് ഹൈഡ്രജന് തന്നെ ഉണ്ട്. അപ്പോൾ മറ്റ് മെറ്റീരിയൽസിനും എന്തായാലും കാണും അല്ലേ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇൻ എ സോളിഡ്, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നോക്കാം. വാട്ട് ഹാപ്പൻസ് ഇൻ എ സോളിഡ്. ഇൻ എ സോളിഡ് മില്യൺസ് ഓഫ് ആറ്റംസ് ആർ പാക്ഡ് ക്ലോസ്ഡ് ടുഗദർ അല്ലേ. പല ആറ്റംസ് അത് ഒന്നിച്ച് കൂടിയാണ് ഒരു സോളിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ പല ആറ്റംസ് ഒന്നിച്ച് കൂടുമ്പോൾ തന്നെ അതിന്റെ നെയ്ബറിംഗ് അതിന്റെ ഇലക്ട്രോൺ ഓർബിറ്റ്സ് ഓഫ് നെയ്ബറിംഗ് ആറ്റംസ് ഓവർലാപ്പ്. അപ്പോൾ നെയ്ബറിംഗ് ആറ്റംസിന്റെ ഓർബിറ്റ്സ് അത് ഓവർലാപ്പ് ചെയ്യുന്നു. ഓവർലാപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എനർജിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഇതും നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സാമിന് അത് ഇമ്പോർട്ടൻസ് അത്രയും ഇല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. നോ ടു ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ഐഡന്റിക്കൽ എനർജി സ്റ്റേറ്റ്സ്. 2 ഇലക്ട്രോൺസിന് ഒരിക്കലും ഐഡന്റിക്കൽ ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ്സും ഉണ്ടാകില്ല. പക്ഷേ 2 ഇലക്ട്രോൺസും തമ്മിൽ ഡിഫർ ചെയ്യുന്ന എനർജി എന്ന്
പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിരിക്കും. ഈച്ച് ഷാർപ്പ് എനർജി ലെവൽ സ്പ്ലിറ്റ്സ് ഇൻ ടു മില്യൺസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് ലെവൽസ്. അതായത് വളരെ ഷാർപ്പായിട്ടുള്ള എനർജി ലെവൽസ് ആണ്, പക്ഷെ അത് വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഇൻ എനർജി ലെവൽസ് കാരണം അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദീസ് ക്ലോസ്ലി സ്പേസ്ഡ് ലെവൽസ് ഫോം എ കണ്ടിന്യൂസ് എനർജി ബാൻഡ്. നമ്മൾ ആറ്റം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എങ്കിൽ ഡിസ്ക്രീറ്റ് ആയിരിക്കും, ഷാർപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് കാണാം ഒരു സോളിഡിൽ ക്ലോസ്ലി സ്പേസ്ഡ് ലെവൽസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കതൊരു കണ്ടിന്യൂസ് എനർജി ബാൻഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് താഴത്തെ സെക്ഷനിലേക്ക് നോക്കാം. കൺസെപ്റ്റ് ഐസൊലേറ്റഡ് ആറ്റം. അത് when these atoms are brought together there will be a continuous energy band formation. അല്ലേ, സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന പോലെ ഐസൊലേറ്റഡ് ആറ്റത്തിൽ ഷാർപ്പ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ഉണ്ട്. E1, E2, E3 എന്ന് പറയുന്ന ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സെന്ററിൽ കൊടുത്തിരിക്കുന്ന ഫ്യൂ ആറ്റംസ് ടുഗദർ when these atoms are brought together levels begin to split. ഈ ഒരു ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. E1, E2, E3 എന്ന് പറയുന്നത് ചെറുതായിട്ട് സ്പ്ലിറ്റ് ആയി തുടങ്ങുന്നു. പിന്നെ സോളിഡ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ലെവൽസ് മേർജ് ഇൻടു കണ്ടിന്യൂസ് ബാൻഡ്സ്. ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് എനർജി ബാൻഡ് ആയിട്ട് മേർജ് ചെയ്ത് പോയിരിക്കുന്നു. അല്ലെ, നമുക്ക് ആ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എനർജി ബാൻഡ്സ് അത് മേർജ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത കൺസെപ്റ്റ് വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഫോർബിഡൻ ഗ്യാപ്പ്. വാലൻസ് ബാൻഡ് എന്ന് പറയുമ്പോൾ the highest energy band that is completely or partially filled with electrons at 0 Kelvin. 0 ടെമ്പറേച്ചറിൽ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 കെൽവിൻ ടെമ്പറേച്ചറിൽ മാക്സിമം ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്ന ബാൻഡിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് വിളിക്കുന്നു. ഈ വാലൻസ് ബാൻഡ് തന്നെയായിരിക്കും ഹയസ്റ്റ് എനർജി ഉള്ളത്. അതായത് കണ്ടെയ്ൻസ് വാലൻസ് ഇലക്ട്രോൺസ്, ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ്. ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലായിരിക്കും. ഓൾവേസ് എക്സിസ്റ്റ് ബിലോ ദി കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡിന് എബോവ് ആയിരിക്കും കണ്ടക്ഷൻ ബാൻഡ് നിൽക്കുന്നത്. അടുത്ത സ്ലൈഡ്സിൽ അതിന്റെ ഡയഗ്രാം വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാലും കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന് എബോവ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ഹിയർ ആർ ബൗണ്ട് ടു ദി ആറ്റം. ഈ ഇലക്ട്രോൺസ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആറ്റമായിട്ട് ബൗണ്ട് ആയിരിക്കും, അതായത് ഒരു കണക്ഷൻ എപ്പോഴും കാണും. ഫുൾ വാലൻസ് ബാൻഡ് ഈക്വൽ ടു നോ കറന്റ് ഫ്ലോ പോസിബിൾ. അതായത് വാലൻസ് ബാൻഡ് ഫുൾ ആണെങ്കിൽ അതിൽ കറന്റ് ഫ്ലോ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്ന ആ ഒരു ബാൻഡിന്റെ കൺസെപ്റ്റ്സ് ഇത്രയാണ്. അതിൽ വാലൻസ് ഇലക്ട്രോൺസ് ആണ്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് ആയിരിക്കും. ഓൾവേസ് എക്സിസ്റ്റ് ബിലോ ദി കണ്ടക്ഷൻ ബാൻഡ്. ഇലക്ട്രോൺസ് ഹിയർ ആർ കണക്റ്റഡ് ടു ദി ആറ്റം ആൻഡ് there is no current flow possible. ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. EG എന്ന് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യും. The energy range existing between the valence band and the conduction band is called forbidden energy gap. അല്ലെ, അതായത് കണ്ടക്ഷൻ ബാൻഡ് ഇവിടെയാണെങ്കിൽ വാലൻസ് ബാൻഡ് ഇവിടെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ EG എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, അല്ലെങ്കിൽ നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്നും പറയും. ഇതിനെ നമ്മൾ കൂടുതലും എക്സ്പ്രസ് ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ the width determines, ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദി വാലൻസ് ബാൻഡ് ഡിറ്റർമിൻസ് ദി മെറ്റീരിയൽ ടൈപ്പ്. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു എനർജി ഗ്യാപ്പ് അത് എത്രത്തോളം കൂടുതലാണ് അത് എത്രത്തോളം കുറവാണ് എന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു സോളിഡ്സ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ എന്ന് നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ഒരു എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ വ്യത്യാസത്തിലായിരിക്കും. Electrons must gain this much energy to jump to conduction band. Valence ബാൻഡിലുള്ള electrons, when they acquire an energy of EG, then they will jump to conduction band എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാലൻസ് ബാൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് EG എന്ന ഒരു എനർജി ലെവൽ അക്വയർ ചെയ്യുമ്പോൾ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാം. The lowest energy band, that is empty or partially filled, electrons here are free to move. അല്ലേ, അതായത് ഈ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നുകിൽ empty ആയിരിക്കും അല്ലെങ്കിൽ partially filled ആയിരിക്കും. അതുകൊണ്ട് തന്നെ electrons here are free to move. Otherwise they are not bound to the atom എന്ന് വേണമെങ്കിൽ പറയാം. So this band contains free electrons that can conduct electricity. ഈ ഒരു ബാൻഡിലെ ഇലക്ട്രോൺസിന്
ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിയും. ഓൾവേസ് എബവ് ദി ഫോർബിഡൻ ഗ്യാപ്പ്, അതായത് എപ്പോഴും ഈ ഒരു ഫോർബിഡൻ ഗ്യാപ്പ് ഇജിക്ക് എബവ് ആയിട്ടായിരിക്കും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ഹിയർ ആർ നോട്ട് ബൗണ്ട് ടു എനി ആറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു ആറ്റത്തിനുള്ളിൽ വാലൻസ് ബാൻഡിനുള്ളിലാണെങ്കിൽ ഇലക്ട്രോൺസ് ദേ ആർ ബൗണ്ട് ടു ദി ആറ്റം, ബട്ട് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ദേ ആർ നോട്ട് ബൗണ്ട് ടു എനി ആറ്റം. സോ കറന്റ് ഫ്ലോസ് വെൻ ഇലക്ട്രോൺസ് റീച്ച് ദിസ് ബാൻഡ്. ഇലക്ട്രോൺസ് ഈ ഒരു കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ കറണ്ട് ഫ്ലോ ആകും. അപ്പോൾ കാരണം എന്താണ്? ഇലക്ട്രോൺസ് ആർ നോട്ട് ബൗണ്ട് ടു ദി ആറ്റം, സോ ദേ ആർ ഫ്രീ ടു മൂവ്, സോ ദേ ക്യാൻ ഈസിലി കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അല്ലേ? അപ്പോൾ പി എസ് സിക്ക് വരുന്ന ഒരു കീ പോയിന്റ് ഇതാണ്. വാലൻസ് ബാൻഡ് ബോട്ടം, ഫോർബിഡൻ ഗ്യാപ്പ് ഈസ് the difference between the conduction band and the valence band, and forbidden gap എന്ന് പറയുന്നത് മിഡിൽ വരും, എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നതാണ് Eg, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുമ്പോൾ ടോപ്പിൽ വരും. സോ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം VB to CB by gaining this energy of band gap. ഡയഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാലൻസ് ബാൻഡ് is filled with valence electrons. So there will be a gap, ഒരു Eg എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിനിപ്പോൾ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. പക്ഷെ ഒരു കണ്ടക്ടർ, അതായത് എ മെറ്റീരിയൽ വിച്ച് ക്യാൻ ഈസിലി കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഒരു കണ്ടക്ടറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് വാലൻസ് ബാൻഡിന്റെ കുറച്ച് ഭാഗവും കണ്ടക്ഷൻ ബാൻഡിന്റെ താഴത്തെ കുറച്ച് ഭാഗവും അത് ഓവർലാപ്പ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ക്യാൻ ഈസിലി മൂവ് ബിറ്റ്വീൻ ദി വാലൻസ് ബാൻഡ് ആൻഡ് ദി കണ്ടക്ഷൻ ബാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നോക്കാം. ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ഇലക്ട്രോൺ വോൾട്ട് ആണ്, അല്ലേ? അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 എന്ന് തന്നെ നമുക്ക് പറയാം, ബിക്കോസ് there is an overlap region. Valence and conduction bands overlap. No energy needed for electrons to move into conduction band. വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഈസിലി മൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ എനർജി ഇലക്ട്രോൺസിന് ആവശ്യമില്ല. മില്യൺസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഓൾവേസ് അവൈലബിൾ. വാലൻസ് ബാൻഡിൽ എപ്പോഴും ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഈസിലി മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് we can ensure that there are millions of electrons available. Even at 0 Kelvin, even at 0 degrees Celsius, even at 0 temperature, electrons are free to move. So the resistivity is very low, 10⁻⁻8 ohm meter range. Resistivity is opposite to conductivity, അല്ലേ? അതായത് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതിന്റെ നേരെ അതിനെ എത്രത്തോളം എതിർക്കുന്നു, അതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലോ, 10⁻⁻8 ഓം മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് പറയാം, സോ ഇഫ് ദ റെസിസ്റ്റിവിറ്റി ഈസ് വെരി ലോ, കണ്ടക്ടിവിറ്റി വിൽ ബി വെരി ഹൈ. ദ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്തോറും കണ്ടക്ടിവിറ്റിയുടെ കുറയുകയാണ്. കാരണം എന്താണ്? മോർ കൊളീഷൻസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. കൂടുതൽ ഇലക്ട്രോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ, സാധ്യത ഉണ്ട് എന്നല്ല, കൊളൈഡ് ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി അവിടെ കുറയുന്നു. സോ എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് കോപ്പർ, അലൂമിനിയം, സിൽവർ, ഗോൾഡ്, അയൺ എക്സെട്ര ആണ് നമുക്ക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽസ്. PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഫോർ കണ്ടക്ടേഴ്സ്, കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഓവർലാപ്പ്. സോ Eg വിൽ ബി 0, ഓൾവേസ് കണ്ടക്ട്സ്. അടുത്തത് ഇൻസുലേറ്റേഴ്സ് ആണ്. അതിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, Eg, that means the band gap is always greater than 5 electron volts, very large, അല്ലേ? Eg എന്ന് പറയുന്നത് വെരി ലാർജ് ആണ്. ഇലക്ട്രോൺസ് cannot cross this space between the valence band and the conduction band. So valence band will be completely filled at 0 Kelvin and even at room temperature and some higher sufficient temperature also. So വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത്രയും ദാറ്റ് മച്ച് ഹയർ ടെമ്പറേച്ചർ കൊടുത്താലേ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യത്തുള്ളൂ. വെരി ലാർജ് ഫോർബിഡൻ ഗ്യാപ്പ് ആണ്, ഗ്രേറ്റർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട്. വാലൻസ് ബാൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. ഇലക്ട്രോൺസ് നീഡ് ഹ്യൂജ് എനർജി ടു ജംപ് ടു കണ്ടക്ഷൻ ബാൻഡ്, അല്ലേ? നോർമൽ വോൾട്ടേജ് ഓർ ടെമ്പറേച്ചർ കനോട്ട് പ്രൊവൈഡ് ദിസ് എനർജി. നോർമൽ വോൾട്ടേജിലോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലോ ഈ ഒരു എനർജി ഇലക്ട്രോൺസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റി വെരി ഹൈ. സോ ഇറ്റ് വിൽ ബി അറൌണ്ട് 10⁸ to 10⁻16 ഓം മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റി വെരി ഹൈ എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി വിൽ ബി വെരി ലോ. നെക്സ്റ്റ്, കണ്ടക്ടിവിറ്റി ഡസ് നോട്ട് ഇൻക്രീസ് സിഗ്നിഫിക്കൻറ്റ്ലി വിത്ത് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ അത്യാവശ്യം കൂടുതൽ കൊടുത്താലും കണ്ടക്ടിവിറ്റി അത്രയും കൂടില്ല. കാരണം എന്താണ്?
ഒരുപാട് ഹൈ ടെമ്പറേച്ചർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും ഒരുപാട് ഹൈ ടെമ്പറേച്ചർ കൊടുത്താലേ കുറച്ചെങ്കിലും ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു നോർമൽ കേസിൽ നമുക്ക് ഒരു കറണ്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സോളിഡ് ആയിട്ട് എടുക്കാറില്ല. അപ്പോൾ നമുക്കറിയാം ഡയമണ്ട് EG എന്ന് പറയുന്നത് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 5.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഗ്ലാസ് എന്ന് പറയുന്നത് 9 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ഫോർബിഡൻ എനർജി ഗ്യാപ്പ് EG എന്ന് പറയുന്നത് ഹൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് എൻഷുർ ചെയ്യാം ദീസ് സോളിഡ്സ് ഓർ ദീസ് മെറ്റീരിയൽസ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി at some normal and some usual normal temperature. Trick എന്ന് പറയുന്നത് insulators gap will be energy gap will be almost greater than 5 electron volts. Valence band full, conduction band empty. So no conduction under normal conditions. അടുത്തത് സെമികണ്ടക്ടേഴ്സ് എനർജി ബാൻഡ് ഡയഗ്രാം. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഫണ്ടമെന്റൽ ടോപ്പിക് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം ആണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ബാൻഡ് ഡയഗ്രാം ഓഫ് എ സെമി കണ്ടക്ടർ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ഫോർ സിലിക്കൺ അല്ലെങ്കിൽ 0.72 ഇലക്ട്രോൺ വോൾട്ട് ഫോർ ജെർമേനിയം. അതായത് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മോഡറേറ്റ് ആണ് അല്ലെ. സോ ഇലക്ട്രോൺസ് ക്യാൻ ജംപ് ബിറ്റ്വീൻ ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് വിത്ത് തെർമൽ എനർജി. അല്ലെങ്കിൽ ഒരു റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഈ ഒരു കുറച്ച് ഇലക്ട്രോൺസിനെ നമുക്ക് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. So at 0 Kelvin, it acts like an insulator. At room temperature, it partially conducts. So it acts like a semiconductor. Semiconductor. നമുക്ക് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇറ്റ് കണ്ടക്ട്സ് പാർഷ്യലി അല്ലെ. അതായത് സിലിക്കണിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജെർമേനിയം എന്ന് പറയുന്നത് 0.72 ഇലക്ട്രോൺ വോൾട്ട് ആണ്. Why semiconductors are special? Moderate forbidden gap 0.5 electron volt to 3 electron volt. At 0 Kelvin, it acts like an insulator. No free electrons. നമ്മൾ already പറഞ്ഞു. At room temperature, thermal energy kicks electrons to the conduction band. Room temperature, thermal energy അത് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യുന്നു. So we can ensure that there will be some free electrons in conduction band. അല്ലേ? Conductivity increases with the temperature. ടെമ്പറേച്ചർ നമ്മൾ പതുക്കെ കൂട്ടുന്നവരും കണ്ടക്ടിവിറ്റിയും കൂടി വരുന്നു. അതായത് നമുക്ക് കണ്ടക്ടിവിറ്റി അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് സെമി കണ്ടക്ടേഴ്സ് ആണ് നോർമലി എല്ലാ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ബേസ് റീസൺ എന്ന് പറയുന്നത്. കാരണം വി ക്യാൻ കൺട്രോൾ ദി കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ. കണ്ടക്ടിവിറ്റി ക്യാൻ ഓൾസോ ബി കൺട്രോൾഡ് ബൈ ഡോപ്പിംഗ്. ഡോപ്പിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. എന്നാലും ജസ്റ്റ് ഒരു ബേസ് പറയാണ്. ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു അല്ലെ. ഇപ്പോൾ സിലിക്കണിന്റെ കൂടെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ് ആഡ് ചെയ്താൽ അത് ഇംപ്യൂരിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കുന്നു. അപ്പോൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യുന്നത് വഴി നമ്മൾ അതിന്റെ കണ്ടക്ടിവിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത് 10⁻⁻4 to 0.5 ഓം മീറ്റർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ സിലിക്കണിന്റെ EG 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ചിലപ്പോൾ എക്സാംസിന് പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ ഈ ഒരു EG നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്നത് മസ്റ്റ് ആണ്. അപ്പോൾ സിലിക്കണിന്റെ 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജെർമേനിയം 0.72 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഗാലിയം ആസ്റ്റേറ്റ് 1.42 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സിലിക്കൺ ജെർമേനിയം എലമെന്റ്സ് ആണെങ്കിൽ ഗാലിയം ആസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് അല്ലെ. ഇപ്പോൾ PSCക്ക് ചോദിക്കുന്ന ഒരു വേറൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സെമി കണ്ടക്ടർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. സോ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റന്റ് ആണ്. നമ്മൾ മറ്റ് കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും കേസ് നമ്മൾ പറഞ്ഞു. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഇൻസുലേറ്റർ ആണെങ്കിൽ അതും ഇതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് സിഗ്നിഫിക്കന്റ്ലി വിത്ത് ടെമ്പറേച്ചർ അല്ലേ. അത് ഇൻക്രീസ് ചെയ്യത്തേയില്ല. അത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നിൽക്കും. നമുക്ക് ഈ ഒരു സ്ലൈഡിൽ ഇതിന്റെ ഡിഫറൻസ് കാണാം. പാരാമീറ്റർ ബാൻഡ് ഗ്യാപ്പ് ആണെങ്കിൽ കണ്ടക്ടർ 0 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ബിക്കോസ് ദർ ഇസ് ആൻ ഓവർലാപ്പ് ബിറ്റ്വീൻ ദി വാലൻസ് ബാൻഡ് ആൻഡ് ദി കണ്ടക്ഷൻ ബാൻഡ്.
ഇൻസുലേറ്റർ ആണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ പറഞ്ഞു. സെമി കണ്ടക്ടർ ആണെങ്കിൽ 0.5 to 3 ഇലക്ട്രോൺ വോൾട്ട്, 1.1 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെയാണ് സിലിക്കൺ വരുന്നത് അല്ലേ. എക്സാമ്പിൾ കോപ്പർ, അലൂമിനിയം, സിൽവർ, ഗോൾഡ് ഫോർ എ കണ്ടക്ടർ. ഡയമണ്ട്, ഗ്ലാസ് ആണ് ഇൻസുലേറ്ററിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. സിലിക്കൺ ആൻഡ് ജെർമേനിയം ആണ് സെമി കണ്ടക്ടറിന് വരുന്നത്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ 10⁻⁻8 ഓം മീറ്റർ, ഇൻസുലേറ്ററിന് 10⁸8 to 10⁻16 ഓം മീറ്റർ വരെ വരും. സെമി കണ്ടക്ടറിന് 10⁻⁻4 to 0.5 ഓം മീറ്റർ വരെ വരും. കണ്ടക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, കണ്ടക്ടറിന് വെരി ഹൈ ആണ്, ഇൻസുലേറ്ററിന് നെഗ്ലിജിബിൾ ആണ്, സെമി കണ്ടക്ടറിന് മോഡറേറ്റ് ആണ്. ടെമ്പറേച്ചർ എഫക്റ്റ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. കാരണം നമ്മൾ പറഞ്ഞു ബിക്കോസ് കൊളീഷൻസ് അല്ലേ, ഇലക്ട്രോൺസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. സോ അതിന്റെ ടെമ്പറേച്ചർ എഫക്റ്റ് എന്ന് പറയുന്നത് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. ഇൻസുലേറ്ററിന് നോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ അത്രയും ഹൈ നമുക്ക് യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്ര ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ ഇൻസുലേറ്ററിന് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെമി കണ്ടക്ടർ നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഫ്രീ ഇലക്ട്രോൺസ് അറ്റ് 0 Kelvin, millions of electrons are available at the conduction band. So കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇൻസുലേറ്ററിലാണെങ്കിൽ no free electrons are available at 0 Kelvin in the conduction band. So there are no free electrons. Semiconductor also at 0 Kelvin none ആണ്, but at room temperature a few electrons will be available, but with increase in temperature അത് നമുക്ക് അതിൻ്റെ കണ്ടക്ടിവിറ്റിയും അതിൻ്റെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റിയും നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കറണ്ട് ഫ്ലോ ഓൾവേസ് ഫ്ലോസ്. ഒരു കണ്ടക്ടറിന് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ അത് ഓൾവേസ് അത് കണ്ടക്ടിങ് അത് എൻഷുർ ചെയ്തോളും. ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ നെവർ കണ്ടക്ട്സ് ദി ഇലക്ട്രിസിറ്റി അല്ലെ. സെമി കണ്ടക്ടർ ആകുമ്പോൾ ഇറ്റ്സ് കൺട്രോൾഡ്. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന പോലെ സെമി കണ്ടക്ടർ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക്സ്. ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ക്യാൻ ബി പ്രിസൈസ്ലി കൺട്രോൾഡ്. നെക്സ്റ്റ് ഒരു ടോപ്പിക് ഇതാണ്, സിലിക്കൺ വേഴ്സസ് ജെർമേനിയം. വൈ സിലിക്കൺ ഡോമിനേറ്റ്സ്? എന്തുകൊണ്ടാണ് സിലിക്കൺ ഈ ഒരു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഡോമിനേറ്റ് ചെയ്യുന്നത്? അറ്റോമിക് നമ്പർ അറിയേണ്ട കാര്യമില്ല. ബാൻഡ് ഗ്യാപ്പ് എന്തായാലും അറിയണം, 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ, അതായത് ഇംപ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്യാത്ത ആ ഒരു അവസ്ഥയിൽ അതിൻ്റെ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ, ആ ഒരു ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1.5 into 10⁻10 ഇലക്ട്രോൺസ് ആണ്. അതാണ് ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് when there are no impurities added to the material. So അതിന്റെ സിലിക്കണിന്റെ ഫിഗർ എന്ന് പറയുന്നത് 1.5 into 10⁻10 ആണ്. As compared to germanium, അതിന്റെ ബാൻഡ് ഗ്യാപ്പ് 0.72 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിന്റെ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2.4 into 10⁻13 per centimeter cube. സിലിക്കണിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഹയർ ബാൻഡ് ഗ്യാപ്പ് ആണ്, ലെസ് ലീക്കേജ് കറണ്ട് ആണ് അല്ലെ. അപ്പോൾ ഹയർ ബാൻഡ് ഗ്യാപ്പ് നമ്മൾ 1.1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ലെസ് ലീക്കേജ് കറണ്ട് ആണ്. ലീക്കേജ് കറണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മൾ കൊടുക്കാത്ത ഒരു ടെമ്പറേച്ചർ കാരണം ഇലക്ട്രോൺസ് എന്തെങ്കിലും മൂവ് ചെയ്യുന്നതിന്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ലീക്കേജ് കറണ്ട് കുറവാണ്. ക്യാൻ വർക്ക് അപ് ടു 150 ഡിഗ്രി സെൽഷ്യസ്. 150 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് അത് കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അബണ്ടൻലി അവൈലബിൾ സിലിക്കൺ നമുക്കറിയാം, അത് അബണ്ടൻലി അവൈലബിൾ ആണ് ഇൻ ദി എർത്ത്. സോ ദാറ്റ്സ് ദി വൺ ഓഫ് ദി മെയിൻ റീസൺസ് വൈ സിലിക്കൺ ഈസ് യൂസ്ഡ് ഇൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വൈഡ്ലി. ചീപ്പർ ടു മാനുഫാക്ചർ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ്. അത് മാനുഫാക്ചർ ചെയ്യാനും വളരെ ചീപ്പാണ്. ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി. തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അത് ജെർമേനിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്. So because of all these factors, silicon is widely used in the semiconductor manufacturing, fabrication and the production of electronic devices. വേണമെങ്കിൽ നമുക്ക് പറയാം. Mainly used in IC, integrated circuits, then transistors, then solar cells and MOSFETs. ജെർമേനിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ ലോവർ ബാൻഡ് ഗ്യാപ്പ് ആണ്, നമ്മൾ പറഞ്ഞു 0.72 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ മോർ ലീക്കേജ് കറണ്ട്, വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ ഉള്ള സാധ്യത എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലീക്കേജ് കറണ്ട് കൂടുതലാണ്. Can work only up to 75 ഡിഗ്രി സെൽഷ്യസ്. 75 ഡിഗ്രി സെൽഷ്യസ് വരെ വർക്ക് ചെയ്യാൻ സാധിക്കും. ബട്ട് ഫോർ സിലിക്കൺ ഇറ്റ് വിൽ ബി 150 ഡിഗ്രി സെൽഷ്യസ്. ജെർമേനിയം എന്ന് പറയുന്നത് റെയർ ആണ്, ഇറ്റ്സ് മോർ എക്സ്പെൻസീവ് ആൻഡ് ബെറ്റർ ഇലക്ട്രോൺ ആൻഡ് ഹോൾ മൊബിലിറ്റി. അതായത് ഇലക്ട്രോൺ ഹോൾ
മൊബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു സിലിക്കൺ. ബിക്കോസ് എന്താണ് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.72 ഇലക്ട്രോൺ വോൾട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറവാണ്. ലോവർ കട്ട് ഇൻ വോൾട്ടേജ്. കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 0.3 വോൾട്ട് ആണ് ജർമേനിയത്തിന് വരുന്നത്, 0.7 വോൾട്ട് ആണ് സിലിക്കണ്. നമുക്കറിയാം ജർമേനിയം ഇറ്റ്സ് യൂസ്ഡ് ഇൻ ഏർലി ട്രാൻസിസ്റ്റേഴ്സ്. ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സിനല്ല, നേരത്തെ പണ്ട് കാലത്തൊക്കെ ജർമേനിയം ആയിരുന്നു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു കാലത്ത് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററൊക്കെ ജർമേനിയം ആയിരുന്നു ഫസ്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സം ഡയോഡ്സ്, ചില ടൈപ്പ് ഓഫ് ഡയോഡ്സ് ജർമേനിയം വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്യാറുണ്ട്. ഇൻഫ്രാറെഡ് ഡിറ്റക്ടേഴ്സ് ഓൾസോ വി യൂസ് ജർമേനിയം ഫോർ മാനുഫാക്ചറിംഗ്. Why silicon dominates നമ്മൾ ഓൾറെഡി പറഞ്ഞു. Silicon is preferred in modern electrodes because of its higher thermal stability, lower leakage current, higher operating temperature, abundant availability and lower cost. നമ്മൾ ഇതെല്ലാം പറഞ്ഞു അല്ലേ. Germanium was used in early electronics but is now limited to specialized applications. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കണ്ടു. എനർജി ബാൻഡ് എന്താണ്, കണ്ടക്ഷൻ ബാൻഡ് എന്താണ്, വാലൻസ് ബാൻഡ് എന്താണ്, ഫോർവേഡ് ആൻഡ് ഗ്യാപ്പ് എന്താണ്, കണ്ടക്ടർ, നമ്മൾ കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ എന്ന് നമ്മൾ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്ന് നമ്മൾ കണ്ടു. പിന്നെ ഫോർവേഡ് എനർജി ഗ്യാപ്പ് എന്താണ് എന്ന് പറഞ്ഞു. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എനർജി ഗ്യാപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് കണ്ടക്ടേഴ്സിന് ഓവർലാപ്പ് ചെയ്യും, ഇൻസുലേറ്റേഴ്സിന് ഈ ഗ്യാപ്പ് വളരെ കൂടുതലാണ്, സെമി കണ്ടക്ടറിന് മീഡിയമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സിലിക്കൺ വേഴ്സസ് ജർമേനിയം, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ കമ്പാരിസൺ ഓൾസോ നമ്മൾ പറഞ്ഞു. പിന്നെ ടെമ്പറേച്ചർ, കണ്ടക്ടിവിറ്റി, നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പല ക്യാരക്ടറിസ്റ്റിക്സ് കാരണം അത് ഇങ്ങനെയൊക്കെ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി ഒക്കെ എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. നോ ടു ഇലക്ട്രോൺസ് വിത്ത് സെയിം എനർജി സ്റ്റേറ്റ്. രണ്ട് ഇലക്ട്രോൺസ് ഒരിക്കലും ഒരു സെയിം എനർജി സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ലെവൽ സ്പ്ലിറ്റ് ആൻഡ് ഡ്യൂ ടു ദിസ് ലെവൽ സ്പ്ലിറ്റിംഗ് ബാൻഡ്സ് ഫോം ഇൻ സോളിഡ്സ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബാൻഡ് ആയിട്ടായിരിക്കും സോളിഡ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു. Have a good day.